എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന +2 ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയ്ക്ക് 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട ഭാഗങ്ങൾ മുൻഭാഗത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 6 മുതൽ 11 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻഭാഗത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ട് അതിൽ നിന്നും അത്രയും ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ചാപ്റ്റർ 6 സ്റ്റാഫിംഗ്. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്. അതിലൊരു 8 സ്റ്റെപ്സ് ഉണ്ട്. അതേ ഓർഡറിൽ തന്നെ പഠിക്കണം. കാരണം ഇതിൻ്റെ ഓർഡർ തെറ്റിച്ച് വൺ വേർഡിനൊക്കെ ചോദിക്കാറുള്ളതാണ്. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ് ഇതെല്ലാം ഓർഡർ തെറ്റിച്ച് ഓർഡറിൽ എഴുതാൻ വേണ്ടി വൺ വേർഡിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ 1 മുതൽ 8 വരെയുള്ള സ്റ്റെപ്സ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് എലമെൻറ്റ്സ് ഓഫ് സ്റ്റാഫിങ്. അതിൽ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് അതെന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി സ്റ്റെപ്സ് പഠിക്കുമ്പോൾ പഠിക്കണതാണ്. അത് തന്നെ മതിയാവും. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇൻറ്റേർണൽ സോഴ്സസും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ എസ് ആയിരുന്നു എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും നന്നായി പഠിച്ചു വയ്ക്കുക. ആ ഡയഗ്രാമൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്സ് യൂസ്ഡ് ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ലാസ്റ്റായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് ട്രെയിനിങ് മെത്തേഡ്സ്, ഓൺ ദി ജോബ് മെത്തേഡ്സും ഓഫ് ദി ജോബ് മെത്തേഡ്സും. ഈ രണ്ടും എക്സാമിന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ രണ്ടും നന്നായി പഠിച്ചു വയ്ക്കുക. ഇത്രയും ഭാഗങ്ങളാണ് സ്റ്റാഫിങ്ങിൽ നിന്ന് വിട്ടുകളയാതെ പഠിക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ 7 ഡയറക്റ്റിംഗ്. ഒരു വലിയ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. നന്നായി പഠിക്കാൻ കുറേ ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിലാദ്യം ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്. അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു വയ്ക്കുക. 3 മാർക്കിനോ 2 മാർക്കിനോ പോയിൻറ്റ്സ് ഇനി 3 എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ് ആദ്യം പഠിക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അതിൽ കഴിഞ്ഞ വർഷം എക്സാമിന് ആയിട്ട് ചോദിച്ചിരുന്നത് സൂപ്പർവിഷൻ്റെ മീനിങ്ങും അതിൻ്റെ റോളും ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എലമെൻറ്റ്സിൽ 4 എണ്ണം ഏതെങ്കിലും ഒന്ന് എസ്സേയിൽ ഉണ്ടായിരിക്കും. സൂപ്പർവിഷൻ കഴിഞ്ഞ തവണ ചോദിച്ചെങ്കിൽ ഈ തവണ വേറെ ചോദിക്കാം, അല്ലെങ്കിൽ അത് തന്നെ ചോദിക്കാം. അപ്പോൾ ഈ 4 എലമെൻറ്റ്സും നന്നായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. സൂപ്പർവിഷൻ അതിൻ്റെ റോള് പഠിക്കുക. മോട്ടിവേഷൻ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോൻ്റെ തിയറി പഠിക്കുമ്പോൾ ചാർട്ട് പഠിക്കാൻ മറക്കരുത്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർട്ടുണ്ട്. അത് വിട്ടുകളയാതെ പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് ലീഡർഷിപ്പ്, അതിൻ്റെ സ്റ്റൈൽസ്. ഒരു 3 സ്റ്റൈൽസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ 3 സ്റ്റൈൽസും പഠിച്ചു വെക്കണം. അതിലേതെങ്കിലും 2 എണ്ണമൊക്കെ ചോദിക്കാറുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തു നിന്ന് ആ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് വരുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, അങ്ങനെ വരുന്നൊരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കണം. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് ആ ഒരു ഡിഫറൻസസ് തന്നിട്ടില്ലേ, അത് നോക്കിയിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എഴുതാൻ പറ്റും. പിന്നെ നോക്കേണ്ട ഒരു ഭാഗമാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക്. അതിൽ സിംഗിൾ സ്റ്റാൻഡേർഡ്, ഗോസിപ്പ് ഉണ്ട്, പ്രോബബിലിറ്റിൻ്റെ ക്ലസ്റ്റർ ഉണ്ട്. അത് പിക്ചർ അടക്കം നോക്കി വയ്ക്കുക. അതുപോലെ ഉള്ളതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും. വീല്, സർക്കുലർ, ഫ്രീ ഫ്ലോ, അതൊക്കെ ആ പിക്ചറുകൾ വെച്ച് നോക്കി പഠിക്കേണ്ടതാണ്. ലാസ്റ്റായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. 4 എലമെൻറ്റ്സ് ഡയറക്റ്റിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിർബന്ധമായി എല്ലാ കൊല്ലവും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നന്നായി പഠിക്കുക. കഴിഞ്ഞ വർഷം സൂപ്പർവിഷനാണ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ അത് തന്നെ ആവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റ് എലമെൻറ്റ്സുകൾ ആവാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. വിട്ട് കളയരുത്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ കൺട്രോളിംഗ്. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ് പഠിക്കേണ്ടതാണ്. പിന്നെ പഠിക്കേണ്ടതാണ് കൺട്രോളിംഗ് പ്രോസസ്സ്.
അതിലൊരു 5 സ്റ്റെപ്സ് ഉണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിക്കാനുണ്ട്, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിക്കാനുണ്ട്, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ബുക്കിൽ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതി നിങ്ങൾ പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മറന്നു പോകും. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് അത് നന്നായി ഓർത്ത് വെക്കണ രീതിയിൽ എല്ലാ സ്റ്റെപ്സും പഠിക്കുക. ഏതെങ്കിലും സ്റ്റെപ്സുകൾ എസ്സേ ആയിട്ടും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റെപ്സ് ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ച് പഠിക്കേണ്ടതാണ്. ഇത്രയും ഈ 2 ടോപ്പിക്കാണ് പ്രധാനമായിട്ടും കൺട്രോളിങ്ങിൻ്റെ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അത് നോക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. 3 ഡിസിഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഈ 3 ഡിസിഷൻസ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കഴിഞ്ഞ വർഷം എസ്സേ പരീക്ഷയ്ക്കും ചോദിച്ചായിരുന്നു, മാർച്ചിൽ എക്സാമിനും ചോദിച്ചായിരുന്നു എസ്സേ ആയിട്ട്. അപ്പോൾ അത് നന്നായി പഠിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സും. നെക്സ്റ്റ് ചാപ്റ്റർ മാർക്കറ്റിംഗ്. ആ ചാപ്റ്ററിൽ നിന്ന് സെല്ലിങ്ങും മാർക്കറ്റിംഗ് തമ്മിലുള്ള ഒരു 5 ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ പഠിക്കേണ്ടത് മാർക്കറ്റിംഗ് മിക്സ്. 4 പീസ് വന്നത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതായത് എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ബ്രാൻഡിങ്, ലേബലിംഗ്, പ്രൈസിങ്, പാക്കേജിങ്. ഇതെന്താണെന്നുള്ളത് നന്നായി പഠിക്കുക. 4 കുറിച്ചിട്ടുള്ളൊരു നോട്ട് എഴുതാൻ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നന്നായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്, സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, റിബേറ്റ്, ഡിസ്കൗണ്ട്, റീഫണ്ട്. അതെന്തായാലും പഠിച്ചു വയ്ക്കുക. ഒരു 11 ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മാർക്ക് അനുസരിച്ച് എഴുതുക. പിന്നെ ഡിഫറൻസസ്, അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് പഠിക്കണം. ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായും വിട്ടുകളയാതെ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. ലാസ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അതിൽ കൺസ്യൂമർ റൈറ്റ്സ്, നിർബന്ധമായ 6 റൈറ്റ്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നോക്കിയിട്ട് അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ടത് റിഡ്രസൽ ഏജൻസീസ് അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഏതൊക്കെ ഏജൻസീസാണെന്നുള്ളത് 3 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതും നന്നായി പഠിച്ചു വയ്ക്കുക. ഇത്രയും ഭാഗങ്ങൾ ഈ 6 മുതൽ 11 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സിനും തൊട്ട് മുമ്പത്തെ വീഡിയോയിലുണ്ട്. അത് നോക്കിയിട്ട് അതും പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.